മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പാർലമെന്റിൽ നടക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപ്പാടെ അവഗണിക്കുകയും സഖ്യകക്ഷികളായ JDU, TDP എന്നിവരുടെ സംസ്ഥാനങ്ങളായ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ വലിയ വിമർശനമാണ് ഉയർന്നുവരുന്നത്. എന്തായാലും ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പാർലമെന്റിൽ നടക്കുകയാണ്. സമഗ്ര വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഗുഡ് മോർണിംഗ്. അഞ്ജന, ഗുഡ് മോർണിംഗ്. ക്ഷുബ്ധമായിരിക്കുമെന്നത് തീർച്ചയാണ്. കാരണം നമുക്കൊക്കെ ഇന്നലത്തെ ആ 11 മണിയുടെ ബജറ്റ് കേട്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇത് രണ്ട് സംസ്ഥാനങ്ങളുടെ ബജറ്റ് അവതരിപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രി വന്നതാണ് എന്നാണ്. അത്രയ്ക്ക് സംസ്ഥാനങ്ങളെയൊക്കെ വാരിക്കോരി നൽകിക്കൊണ്ടുള്ള, ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ അങ്ങ് വാരിക്കോരി നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അവർ കണ്ടിട്ടില്ല. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളോടൊക്കെ വലിയൊരു അവഗണന. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധം, പ്രതിപക്ഷ ബഹളം ഒക്കെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും അഞ്ജന, ഇന്നലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന്മേൽ ഇന്നിപ്പോൾ പാർലമെന്റിൽ ചർച്ചകൾ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും അഞ്ജന പറഞ്ഞ പോലെ തന്നെ ആന്ധ്രയ്ക്കും ബീഹാറും വാരിക്കോരി യഥേഷ്ടം കൊടുക്കുന്ന ഒരു ബജറ്റ് മാത്രമായി ഇന്നലത്തെ ബജറ്റ് ചുരുങ്ങി. ഒരു ദേശീയമായ ഒരു പൊതു സ്വഭാവം ആ ബജറ്റിന് ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെയും ഇതിൽ വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ രേഖപ്പെടുത്തുകയും ഇന്നലെ ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ ലോക്സഭ സാക്ഷിയാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ ഇടതുപക്ഷ അംഗങ്ങളെല്ലാം തന്നെയും ഇതിനുശേഷം ഈ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഈ പാർലമെന്റ് തുടങ്ങുമ്പോൾ തന്നെ പാർലമെന്റ് അകത്തും പുറത്തും വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യമായിട്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത. മാത്രമല്ല നമുക്കറിയാം, ബീഹാറിനും ആന്ധ്രയ്ക്കും എല്ലാം തന്നെയും പുതിയ വിമാനത്താവളങ്ങൾ, പുതിയ മെഡിക്കൽ കോളേജുകൾ, പുതിയ വ്യവസായ ഇടനാഴികൾ, ക്ഷേത്ര പുനരുദ്ധാരണ പാക്കേജുകൾ അടക്കമെല്ലാം തന്നെയും വാരിക്കൂരി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് ബീഹാറിലെ JDU അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ TDPയുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സർക്കാരിൻ്റെ ഒരു കേവല ഭൂരിപക്ഷമില്ലാത്ത BJP സർക്കാരിൻ്റെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയുള്ള ഒരു ബജറ്റ് മാത്രമായി ഈ ഒരു കേന്ദ്ര ബജറ്റ് ഒതുങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഇത് തന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെയും ഉന്നയിച്ചതും. സ്വാഭാവികമായും ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി കേരളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളം ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ പോലും ഈ ബജറ്റിൽ ഇടം പിടിച്ചില്ല. കേരളത്തിൻ്റെ പേര് പോലും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് പോലും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ബീഹാറിൻ്റെയും ആന്ധ്രയുടെയും പേര് പലതവണ ആവർത്തിച്ച് ഈ ബജറ്റിൽ പറയുമ്പോഴും കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പരാമർശം പോലും ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. 24,000 കോടി രൂപയുടെ പാക്കേജ് അടക്കം കേരളം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ ചിരകാല ആവശ്യമായ എയിംസ് അടക്കമെല്ലാം തന്നെയും ഇത്തവണയും അവഗണിക്കപ്പെട്ടു. കൂടാതെ റബ്ബർ കർഷകർക്ക് അവർക്ക് ഒരു സ്വാതന്ത്ര്യമായി 180 നിന്നും താങ്ങുവില 250 ആക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതും നടപ്പായില്ല. അങ്ങനെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ഒരു അലംഭാവം കാണിച്ചു. അങ്ങനെ പൂർണ്ണമായും ഒരു ഏറ്റവും കൂടുതൽ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. എന്നാൽ തൊഴിലവസരങ്ങൾക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയും ഈ ഒരു ബജറ്റിൽ ഉണ്ടായില്ല. പകരം ഇന്റേൺഷിപ്പ് സൗകര്യമാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോദിയുടെ ഒരു ഗ്യാരണ്ടിയായി ഇന്നലെ പ്രഖ്യാപിച്ചത്. അങ്ങനെ എല്ലാം തന്നെയും പൂർണ്ണമായും ജനകീയ വിഷയങ്ങളും അല്ലെങ്കിൽ ജനങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നും കരയറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന കാർഷിക മേഖലയെ ഉണർത്തുന്ന ഒരു കാര്യങ്ങളും ഈ ഒരു ബജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. വലിയ പ്രതിഷേധത്തിന് എന്ന് പ്രതിപക്ഷം ഈ പാർലമെന്റ് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ കർഷക സംഘടനകൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് ഈ മിനിമം താങ്ങുവില എന്ന അവരുടെ ആവശ്യം, സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് അടക്കമെല്ലാം നിലയും ചൂണ്ടിക്കാട്ടിയുള്ള ഈ ഒരു ആവശ്യം അത് ഒരു സ്വകാര്യ ബില്ലായി പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കണമെന്നൊരു ആവശ്യം കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കർഷക സംഘടനകളെല്ലാം തന്നെ കണ്ടിരുന്നു. ഇനി ഓഗസ്റ്റ് 15 മുതൽ ഈ രാഷ്ട്രീയതര സംഘടന എല്ലാം നിലയും വീണ്ടും കർഷക സമരത്തിന് ഒരുങ്ങുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം പാർലമെന്റ് അകത്തും പുറത്തും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അത് ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഞ്ജന.
ശരി, സിബി തുടരുക. എന്തായാലും പാർലമെന്റിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. കാരണം അത്രയ്ക്ക് വളരെ മോശമായ ഒരു ബജറ്റ് തന്നെ എന്ന രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. സംസ്ഥാനങ്ങളെ ഒന്നും പരിഗണിക്കാതെ ആന്ധ്രയ്ക്കും BJPക്കും ബീഹാറിനും വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന BJPയുടെ ഒരു NDAയുടെ ഒരു ബജറ്റ്, ആ ബജറ്റിനെയാണ് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്.